ഹായ് എവരിവൺ, ലൂസീസ് ഹോം ഫോർ സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഗ്രാമർ പാർട്ടിലെ പ്രസൻറ്റ് ടെൻസിലെ രണ്ടാമത്തെ വകഭേദമായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തുടർന്നു കൊണ്ടുപോകുന്നതാണ് അല്ലേ. ഒരു പെട്ടെന്ന് നിർത്തി ചെയ്യുന്ന പ്രവൃത്തിയല്ല അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പർട്ടിക്കുലർ ടൈം. ഇപ്പോൾ 5 മണിക്ക് തുടങ്ങി ചിലപ്പോൾ 5:30 വരെ തുടർന്നു പോകും. ഇപ്പോൾ പറയുന്ന സമയത്തും തുടർന്നുകൊണ്ടിരിക്കുന്ന രീതി അല്ലേ. ആ രീതിയിൽ പറയുന്ന സെൻറ്റൻസസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എഴുതുമ്പോഴേക്കും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. സബ്ജക്റ്റിന് ശേഷം ഒരു ഹെൽപ്പിംഗ് വെർബ് ചേർത്ത് അതിനുശേഷമാണ് മെയിൻ വെർബിൻ്റെ ING ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ആദ്യം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, സബ്ജക്റ്റിന് ശേഷം ഒരു വെർബ് ഉണ്ടാവും അല്ലേ. പക്ഷേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോഴേക്കും സബ്ജക്റ്റിന് ശേഷം നമ്മളൊരു ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കും. ഈ വെർബിന് കണ്ടിന്യൂസ് ആകണമെങ്കിൽ അതിന് തനിയെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ING ഫോമിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തനിയെ അതിന് നിൽക്കാനായിട്ട് സാധിക്കില്ല. സോ വി ഹാവ് ടു ആഡ് എ ഹെൽപ്പിംഗ് വെർബ് ടു ദിസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ്സ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഈസ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ്. ഈസ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഈസ് ഉപയോഗിക്കുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ്, പിന്നെ സിംഗുലർ ആയിട്ടുള്ള പ്രോനൗൺസ്. സിംഗുലർ ആയിട്ടുള്ള പ്രോനൗൺസ് എന്ന് പറയുമ്പോഴേക്കും ഐ ഉപയോഗിക്കില്ല, കാരണം നമുക്കറിയാം ഐയുടെ കൂടെ നമ്മൾ സിംഗുലർ വെർബ്സ് ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വി നീഡ് ടു എക്സെപ്റ്റ് ദിസ് ഐ. ഓക്കെ, ദെൻ ദി അതർ വൺസ്. വാട്ട് ആർ ദി അതർ വൺസ്? ബാക്കി വരുന്ന ഹെൽപ്പിംഗ് വെർബ്സും അതിൻ്റെ സബ്ജക്ട്സും ഏതൊക്കെയായിരിക്കും? ഈസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഹീ, ഷീ, ഇറ്റ്. ഓക്കെ, ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, പിന്നെ ഹീ, ഷീ, ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ സാധാരണയായിട്ട്, സബ്ജക്ട്സ് മീൻസ് പ്രോനൗൺസ്, ഇനി വരുന്ന നമ്മുടെ പേരുകളായിട്ടുള്ള സബ്ജക്ട്സ്. ഇപ്പോൾ രാമൻ, സീത എന്ന് പറയുന്ന ഈ പല നെയിംസിൻ്റെ കൂടെ, അനിമൽസിൻ്റെ നെയിംസിൻ്റെ കൂടെ, അതിൻ്റെ എല്ലാം, പിന്നെ സിറ്റീസിൻ്റെ കൂടെ, അങ്ങനെ ഇതിൻ്റെ എല്ലാ നെയിംസിൻ്റെയും കൂടെ, സിംഗുലർ ആയിട്ടുള്ള നെയിംസിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് എന്ന് പറയുന്ന ഒരു ഹെൽപ്പിംഗ് വെർബാണ്. ഇനി അടുത്ത് വരുന്ന ഹെൽപ്പിംഗ് വെർബാണ് ആം ഉപയോഗിക്കുന്നത് ഒരേ ഒരു പ്രോനൗൻ്റെ കൂടെയാണ്, അത് ഐയുടെ കൂടെ മാത്രമാണ് ആം ഉപയോഗിക്കുന്നത്. ഇനി വരുന്ന ഹെൽപ്പിംഗ് വെർബാണ് ആർ ഉപയോഗിക്കുന്നത് നമുക്കറിയാം പ്ലൂറലായിട്ടുള്ള സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. പ്ലൂറലായിട്ടുള്ള സബ്ജക്ട്സ്, പ്രോനൗൺസ് ഇതിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ നമുക്ക് നോക്കാം പ്ലൂറലായിട്ടുള്ള പ്രോനൗൺസ് ഏതൊക്കെയാണ്. വി, യു, പിന്നെ വരുന്നത് ദേ. ഓക്കെ, വി, യു, ദേ. ഇതിൻ്റെ എല്ലാം കൂടെയും അതുപോലെ തന്നെ നമ്മൾ പ്ലൂറലായിട്ടുള്ള മറ്റ് സബ്ജക്ട്സ്, രാമൻ ആൻഡ് സീത, പിന്നെ അതുപോലെ നമുക്കറിയാം മറ്റു രീതിയിലുള്ള പ്ലൂറലായിട്ടുള്ള നൗൺസിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുന്നത് ആറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചറലൈസ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്കറിയാം ഒരു നൗൺ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ അതിന് ചേർന്നിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ മെയിൻ വെർബ്, അതായത് ക്രിയ, ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പോൾ സിറ്റ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ സിറ്റിംഗ്, സിറ്റ് എന്ന് പറയുന്ന ആ പ്രവൃത്തിയുടെ കൂടെ ആ വെർബിൻ്റെ കൂടെ നമ്മൾ ING ഫോം ഉപയോഗിക്കും അല്ലേ. ING, സിറ്റ് പ്ലസ് ING, സിറ്റിംഗ്. ഓക്കെ, റൈറ്റ് പ്ലസ് ING, റൈറ്റിംഗ്. റൺ പ്ലസ് ING, റണ്ണിങ്. അപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ആം. ഓക്കെ, ഐ ആം. സിറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണെങ്കിൽ സിറ്റിംഗ്, ഐ ആം സിറ്റിംഗ്. ഇനി ഷീ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ഈസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഗോ.
Okay. She is going. Okay. She is going. She is running. Okay. അതുപോലെ ഇനി അടുത്ത് വരുന്ന ഒരു ഹെൽപ്പിംഗ് വെർബാണ് ആർ. പ്ലൂറലാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ദേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചു. അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് ആർ. ദെൻ മെയിൻ വെർബ് റൺ. റണ്ണിങ്. ദേ ആർ റണ്ണിങ്. They are running. They are reading. They are playing. Raman and Sita are eating. Raman and Sita are eating because there are two names, Raman and Sita. Okay, so it's very easy. When we write and when we speak, present continuous tense is very easy. We have to focus always on the time that is ongoing. അതായത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്തെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ആ ഒരു വകഭേദം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ഒരു സമയത്ത് കാണാം. അപ്പോഴേക്കും എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നന്നായി ഇംഗ്ലീഷ് ഉപയോഗിക്കുക, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക. എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.